ഹരി കഴിഞ്ഞ ലോകകപ്പ് ഹരിഗോവിന്ദ് എവിടെ നിന്നാണ് കണ്ടത് ഫൈനൽ മൊമെന്റ്? എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ നാട്ടിലൊരു ക്ലബ്ബിലിരുന്നാണ് കളി കാണുന്നത്. വലിയ ആവേശം തന്നെയായിരുന്നു അന്ന്. ഫ്രാൻസ് കിലിയൻ എംബാപ്പയുടെ 2 ഗോൾ വന്നപ്പോഴത്തേക്കും അർജന്റീന ടീം ആകെ തകർന്നു. പിന്നീട് മെസ്സി വീണ്ടും ഗോൾ അടിക്കുന്നു, പെനാൽറ്റിയിലേക്ക് പോകുന്നു. വലിയ ആവേശമായിരുന്നു അന്ന്. ക്ലബ്ബുകളിൽ തന്നെ കാണുമ്പോൾ വലിയ ആവേശം തന്നെയായിരുന്നു. ഞങ്ങള് ഇവിടെ ഈ ഫ്ലോറിലായിരുന്നു, നമ്മള് എൻ്റർ ടീം ഈ ഫ്ലോറിലായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല, മെസ്സി കപ്പെടുക്കുന്നത് തൊട്ട് കൺമുന്നിൽ കാണുകയും കപ്പെടുത്ത ശേഷം മെസ്സിയും കുടുംബവും വന്ന് ഒരു മലയാളിക്ക് ഒരു സെൽഫി എടുത്തായിരുന്നു. അങ്ങനെ ഒരു കഥയുണ്ട്. അത് മറ്റാരുമല്ല, ഞങ്ങൾക്ക് വലിയ അഭിമാനമുള്ള കാര്യമാണ്. കാരണം മാധ്യമം ദിനപത്രത്തിന്റെ സീനിയർ ഫോട്ടോ ജേർണലിസ്റ്റ് ബൈജു കൊടുവള്ളി ആ ചിത്രം ഇപ്പോൾ നമുക്ക് പ്രേക്ഷകർക്ക്, എനിക്ക് തോന്നുന്നത് ആ ചിത്രം ഇത് ലൂക്ക മോഡ്രിച്ചിനൊപ്പമുള്ള ചിത്രമുണ്ട്. ഒപ്പം തന്നെ ലയണൽ മെസ്സി കുടുംബത്തോടൊപ്പം അത് ബൈജു കൊടുവള്ളി. ഈ ചിത്രം, ഈ കാണുന്ന ചിത്രം കണ്ടോ? കപ്പ് വാങ്ങിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹത്തിന്റെ വ്യക്തിഗത മികവിന് കിട്ടിയ അംഗീകാരമാണ്. തീർച്ചയായും ഫാമിലി ആയിട്ട് മെസ്സിയുടെ ഒരു സന്തോഷം. മെസ്സിനെ ഒന്ന് ദൂരെ നിന്ന് കാണാൻ വേണ്ടി തന്നെ ആരാധകർ വലിയ ആകാംക്ഷയാണ്. പക്ഷെ അപ്പോൾ ഇത്ര അടുത്ത് നിന്ന് സെൽഫി എടുക്കാന്ന് പറയുന്നത് എന്ത് ഭാഗ്യമാണല്ലേ. അതെ, നമ്മൾ അധികം ഇനി നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ബൈജു കൊടുവള്ളി തന്നെ നമുക്കൊപ്പം ആ വിശേഷങ്ങൾ, ആ നിമിഷങ്ങൾ ഓർത്തെടുക്കാൻ ഞങ്ങൾക്കൊപ്പം ചേരുന്നുണ്ട്. ബൈജു കൊടുവള്ളി, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ കുറച്ച് അസൂയുണ്ട് കേട്ടോ. കാരണം ഇതൊന്നും ജീവിതത്തിൽ ഇനി നടക്കും തോന്നുന്നതല്ലേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ ആ മൊമെന്റ് പ്രത്യേകിച്ച് ചോദിക്കുന്നത് മെസ്സിക്കും കുടുംബത്തോടൊപ്പമുള്ള കപ്പ് വാങ്ങിയ ശേഷമുള്ള ആ ഫോട്ടോ എടുത്ത മൊമെന്റ് എങ്ങനെയായിരുന്നു? വളരെ സന്തോഷം. ലോകം മുഴുവൻ ഒരു ലോകകപ്പിൻ്റെ ആവേശത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 1-2 രാത്രി കഴിയുമ്പോൾ ആ ഒരു നിമിഷമെത്താൻ പോവുകയാണ്. ഈ ഒരു ലോകകപ്പ് അർജന്റീന നേടിയ ഖത്തറിലെ ആ ലുസൈൽ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ മത്സരം ഇപ്പോഴും, ഫൈനൽ മത്സരവും അതിന് ശേഷം മെസ്സിയുടെ കുടുംബത്തോടൊപ്പം നിന്ന് ഒരു ഫോട്ടോ എടുക്കാൻ സാധിച്ച സന്തോഷമൊക്കെ ഇപ്പോഴും എൻ്റെ ഒരു വല്ലാത്തൊരു അനുഭവമായിട്ട് മനസ്സിൽ ഇപ്പോഴും കിടക്കുകയാണ്. എന്തായാലും അന്ന് ആ ഒരു ഫോട്ടോ എടുക്കാനുണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ, ആദ്യം തന്നെ പറയാം, ഞാനൊരു കടുത്ത അർജന്റീന ആരാധകനാണ്. വേൾഡ് കപ്പിൽ ചെല്ലുന്ന സമയത്ത് ഇവിടുന്ന് ഫിഫ അക്രഡിറ്റേഷനിൽ നമ്മൾ വേൾഡ് കപ്പ് എടുക്കാൻ ഖത്തറിലെത്തിയെങ്കിലും അവിടുന്ന് മാച്ച് ടിക്കറ്റ് ലഭിച്ചാൽ മാത്രമേ നമുക്ക് വേൾഡ് കപ്പ് കവർ ചെയ്യാൻ ഗ്രൗണ്ടിലേക്ക് പ്രവേശനമുള്ളൂ. അപ്പം ഈ മത്സരത്തിനെത്തുന്ന അന്നത്തെ രാജ്യങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സിനും ഇൻ്റർനാഷണൽ ഏജൻസിയിലുള്ള ഫോട്ടോഗ്രാഫേഴ്സിനും ഒക്കെ ഈ ഗ്രൗണ്ടിൽ പ്രവേശനമുള്ളൂ. കാരണം നമുക്ക് ഗ്രൗണ്ടിലാണ് നമുക്ക് ക്യാമറയായിട്ട് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉള്ളത്. അപ്പോൾ ഈ ഗ്രൗണ്ടിൽ ഇത്ര പേർക്ക് മാത്രമേ വരാൻ പറ്റൂ. പിന്നെ ഈ 2 ടീമുകൾ മത്സരിക്കുന്ന 2 ടീമുകളുടെ രാജ്യത്തു നിന്നുള്ള ഫോട്ടോഗ്രാഫേഴ്സിനും ഇതേ പ്രാതിനിധ്യം നൽകും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് മാച്ച് ടിക്കറ്റ് കിട്ടുക. ആദ്യ മത്സരത്തിൽ തന്നെ, അർജന്റീനയുടെ ആദ്യ മത്സരത്തിൽ തന്നെ, അതായത് ഉദ്ഘാടന മത്സരത്തിൽ എനിക്ക് മാച്ച് ടിക്കറ്റ് ലഭിച്ചില്ല. അന്ന് എനിക്ക് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ ഇതെന്താണ് ഇതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അറിയാതൊക്കെ പോയി. പിന്നീട് അർജന്റീനയുടെ ആദ്യ മത്സരം ഇതേപോലെ സൗദി അറേബ്യയുള്ള മത്സരത്തിനും മാച്ച് ടിക്കറ്റ് ലഭിച്ചില്ല എന്നുള്ളത് വളരെ നിരാശനായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ഞാൻ വേൾഡ് കപ്പ് ഫൈനലടക്കം 30ഓളം മത്സരങ്ങൾ കവർ ചെയ്തെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. ലൂസൈസ് ഫൈനലും ഇതിലിപ്പോൾ ലൂക്ക മോഡ്രിച്ചിൻ്റെ കൂടെയുള്ള സെൽഫി ഫോട്ടോ കാണുന്നത് ലൂക്ക മത്സരം വിജയിച്ച ശേഷം മത്സരം കഴിഞ്ഞ് ഗ്രൗണ്ടിൻ്റെ പവലിയനിൽ പുറത്തേക്ക് പോകുന്ന സമയത്ത് ഞാൻ നിൽക്കുന്നതിന് അടുത്തുകൂടെ പാസ് ചെയ്തപ്പോൾ എടുത്ത ഫോട്ടോ ആണ്. പക്ഷേ മെസ്സിയുടെ കൂടെയുള്ള ഫോട്ടോയുടെ ഒരു അനുഭവം കൂടി ഞാൻ പങ്കുവെക്കാം. കാരണം ഈ മത്സരം തന്നെ കണ്ടു നിന്ന ആളുകൾക്കറിയാം, ലോകകപ്പിൻ്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ത്രസിപ്പിക്കുന്ന ഏറ്റവും ഗംഭീരമായൊരു ഫൈനൽ മത്സരമായിരുന്നു. കാരണം തുടക്കത്തിൽ നമ്മൾ അർജന്റീന സുന്ദരമായി വിജയിച്ച് കയറുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ പെട്ടെന്ന് കളി അടിമുടി മാറുകയും മൊത്തം കിലിയൻ എംബാപ്പയുടെ ഒരു പ്രത്യേക മികവിലൂടെ ഫ്രാൻസ് ടീം സമനിലയിലേക്ക് വരികയും എക്സ്ട്രാ ടൈമും വീണ്ടും സമനില, പിന്നെ ടൈം ബ്രേക്കർ എന്നീ ലെവലിലേക്ക് കളി നേടുകയും അവസാന നിമിഷം എല്ലാം പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് തോന്നുന്ന സമയത്താണ് അർജന്റീന ആരാധകരെയും ആ ഗ്രൗണ്ടിൽ തിങ്ങി നിറഞ്ഞ ശബ്ദവും, അത് പ്രത്യേകം പറയണം. കാരണം ഇത് പറയുമ്പോൾ അതിനോട് ചേർത്ത് പറയാൻ ഒരു കാര്യം, ഫൈനൽ മത്സരത്തിന് മുമ്പേ ഫ്രാൻസ് മത്സരത്തിൻ്റെ ട്രെയിനിങ് സെക്ഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവിടെ ഗ്രൗണ്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു പ്രതിനിധി പറയാം, അവിടെ ഒരു അതിശക്തമായ ഒരു ശബ്ദത്തിന് നടുവിലാണ് ഇവർ ട്രെയിനിങ് നടത്തുന്നത്. ഈ ട്രെയിനിങ് നടത്തുന്നത് എന്താണെന്ന് അവർ പറയുന്നത്, ഈ അർജന്റീനൻ ആരാധകരുടെ ശബ്ദം, ഗ്രൗണ്ടിൽ വരുന്ന ഈ ശബ്ദത്തെ മറികടന്നുകൊണ്ട് കളിക്കുന്നതിനുള്ള ട്രെയിനിങ്ങാണ് ഫ്രാൻസിന് നൽകുന്നത്. അപ്പോൾ ഇത്രയും ശബ്ദമാണ് ഗ്രൗണ്ടിൽ ഈ അർജന്റീന ആരാധകരുടെ. അപ്പോൾ ഈ ശബ്ദത്തിനിടയിലും ഈ കളി അർജന്റീന
വിജയിച്ചതോടുകൂടി കളിയുടെ രൂപം മാറുന്നു. അപ്പോഴേക്ക് വിജയാഘോഷം തുടങ്ങുന്നു. ഇതിനിടയിൽ ഞങ്ങൾ കുറച്ച് പേരെ മാത്രമാണ് ഈ ട്രോഫി വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തിക്കുന്നത്. അതായത് ഒരു സാധാ ഇവിടെയൊക്കെ ഈ ISL ടൂർണമെൻറ്റിലൊക്കെ കാണാം, ഒരു ഉള്ളിലിട്ട് ഒരു കയറിനുള്ളിലിട്ടിട്ട് കൊണ്ടുപോകും. അപ്പം ഞാൻ ആദ്യം തന്നെ എനിക്ക് ഈ ട്രോഫി വിതരണം എടുക്കുന്നതുകൊണ്ട് ഓടിച്ചെല്ലുകയും അവിടെ ചെന്ന് ഈ ട്രോഫി വിതരണം ചെയ്യുന്നതിൻ്റെ ചടങ്ങുകളുടെ ചിത്രം പകർത്തുകയും എല്ലാ ഫോട്ടോഗ്രാഫർമാരുടെ കൂടെ നിന്ന് ചിത്രങ്ങൾ പകർത്തുകയും ഈ ചിത്രങ്ങൾ പിന്നെ പത്രത്തിലേക്ക് അയക്കണം. അപ്പോൾ അതിന് ആ സമയത്താണ് ഫാമിലിയുമായിട്ടുള്ള ഈ ട്രോഫി വിതരണത്തിന് ശേഷം ഫാമിലിയുമായിട്ട് മെസ്സി കുറച്ച് സമയം ചിലവഴിക്കുന്നു. അപ്പം ഞാൻ ദൂരെ നിന്ന് അതിൻ്റെ ചിത്രങ്ങൾ എടുത്തെങ്കിലും ഞാൻ പരിചയമുള്ളൊരു ഒരു ജർമ്മൻകാരനൊരു ഫിഫ ഉദ്യോഗസ്ഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ എൻ്റെ ആവശ്യം പറഞ്ഞു. അപ്പോൾ സാധാരണ പച്ച വിബ് ധരിച്ചിട്ടാണ് നമ്മൾ ഗ്രൗണ്ടിൽ നിൽക്കുന്നത്. അപ്പോൾ എന്നോട് താങ്കളെ വിബ് അയച്ച് ബാഗിൽ വെക്കും നല്ല എന്നെ ഗ്രൗണ്ടിനുള്ളിൽ പ്രവേശിക്കും. എനിക്ക് ശരിക്കും ഗ്രൗണ്ടിനുള്ളിൽ പ്രവേശിക്കാനുള്ള അനുവാദമില്ല. അപ്പം ഈ ഫിഫ ഉദ്യോഗസ്ഥൻ്റെ അനുവാദത്തോടുകൂടി ഞാൻ എന്ത് ചെയ്യുന്നു, ഗ്രൗണ്ടിൽ പ്രവേശിക്കുന്നു. പിന്നെ ഞാൻ തന്നെ നടന്നു ചെന്ന് ഒരു ഷൈക്കൻഡ് കൊടുത്തു ലയണൽ മെസ്സിക്ക്. ഷൈക്കൻഡ് കൊടുത്ത ശേഷം ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഉദ്യോഗസ്ഥർ എന്നെ തടഞ്ഞു മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേങ്കിലും ഞാൻ എൻ്റെ ഒരു ആവശ്യം അത് ആയിരുന്നു എന്നുള്ളതുകൊണ്ട് ഞാൻ കയറി കാര്യം സൂചിപ്പിച്ചു. അദ്ദേഹത്തിന് മനസ്സിലായൊന്നും അറിയില്ല. എനിക്കറിയാവുന്ന ഭാഷയിൽ കാര്യം പറഞ്ഞു, ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. സെൽഫി മാത്രമല്ല, സ്വർണ്ണക്കപ്പ് നേടിയ മെസ്സിക്ക് അതിന്റെ ചൂടാറ് മുമ്പ് ഷെയ്ക്കൻഡ് കൊടുത്തു. അതെ, ഈ ഷെയ്ക്കൻഡ് കൊടുത്തത് അദ്ദേഹത്തിനോട് ചോദിക്കാതെ ഒരു സെൽഫി എടുക്കുക എന്നുള്ളൊരു മടിപ്പ് കൊണ്ടാണ്. കാരണം എൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല. മൊബൈൽ ഫോൺ ഞാൻ ഈ പെട്ടെന്ന് ട്രോഫി വിതരണം ചെയ്യുന്ന സ്ഥലത്തേക്ക് ഓടിയെത്തേണ്ടത് കൊണ്ട് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഒരു ക്യാമറ ഒക്കെ അവിടെ വെച്ചിട്ട് ഒരു ക്യാമറയും ഒരു വൈഡ് ക്യാമറയും എടുത്തിട്ടാണ്, ഒരു ടെലി ലെൻസും ഉള്ള ക്യാമറയും ഒരു വൈഡ് ക്യാമറയും എടുത്തിട്ടാണ് ഓടിയെത്തുന്നത്. ഈ വൈഡ് ലെൻസിട്ട് ക്യാമറ തിരിച്ചു പിടിച്ചിട്ടാണ് ഞാൻ കുടുംബത്തോടൊപ്പമുള്ള സെൽഫി പകർത്തുന്നത്. ഒരു 10-15ഓളം സ്നാപ്പ് ഉണ്ടാവും. കാരണം നമ്മളെ ക്യാമറ നിക്കോണിൻ്റെ C9 എന്ന് പറയുന്ന ക്യാമറയാണ്. ഒരു ക്ലിക്കിൽ തന്നെ 18-20 ക്ലിക്കുകളോടെ വരുന്ന ക്യാമറയാണ്. ഇതിലാണ് ആ സെൽഫി പിന്നെ എടുത്തത്. ആ സെൽഫി എടുത്ത് ഞാൻ അധിക സമയം അവിടെ ചിലവഴിച്ചില്ല. പെട്ടെന്ന് തന്നെ എനിക്ക് പത്രത്തിലേക്കുള്ള ചിത്രങ്ങൾ. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മളിപ്പോൾ മെസ്സിയുടെ കൂടെയുള്ള സെൽഫിയൊക്കെ കണ്ടു. അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൊമെന്റ് ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായും ആ സെൽഫി തന്നെ ആയിരിക്കും താങ്കൾ പറയാൻ പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഫൈനൽ മത്സരം നേരിട്ട് വീക്ഷിക്കുന്നു, ഒരുപാട് ചിത്രങ്ങൾ അങ്ങേക്ക് എടുക്കാൻ കഴിഞ്ഞു. അതിൽ അങ്ങയുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന ഒരു മൊമെന്റ് ഏതാണ്, അല്ലെങ്കിൽ അങ്ങേ എടുത്ത ചിത്രത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ടതായി തോന്നുന്നത് ഏതാണ്? ഒരു കാര്യം പറഞ്ഞോട്ടെ, നെയ്മർ കരഞ്ഞുകൊണ്ട് പോകുന്ന ചിത്രം ഉണ്ടായിരുന്നു, നമ്മുടെ ഫേവറേറ്റ് അതാണ് കേട്ടോ. അതെ, മുമ്പേ ഞാൻ മീഡിയ വണ്ണിന് അവിടെ ഒരു ഇന്റർവ്യൂവിൽ ആ കാര്യം പറയുന്നത്, ഞാൻ എൻ്റെ മനസ്സിനെ ഈ ഏറ്റവും വേദന തോന്നിയൊരു സംഭവം. കാരണം എന്ത് തന്നെ പറഞ്ഞാൽ നിങ്ങൾ ആദ്യം സൂചിപ്പിച്ച മെസ്സി, റൊണാൾഡോ, നെയ്മർ എന്ന ഒരു ത്രയം, കൂടെ എംബാവെ, ലൂക്ക മോഡ്രിച്ചൊക്കെ ഉണ്ടെങ്കിലും അപ്പോൾ അതിൽ മെസ്സിയും റൊണാൾഡോയും ഒക്കെ തിളങ്ങി വരുന്ന കൂടെ തന്നെ നെയ്മറും നല്ല ഫുട്ബോൾ പ്ലെയർ എന്ന നിലയ്ക്ക് നല്ല ഫുട്ബോൾ കളിക്കണം, നല്ല മത്സരം കാഴ്ചവെക്കണം ഒക്കെ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അന്ന് മത്സരം തോറ്റ സമയത്ത് നെയ്മർ ആദ്യ ഗോൾ നേടിയിട്ട് നെയ്മറിൻ്റെ കുട്ടി ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്നതിൻ്റെ മുകൾ ഭാഗത്തായിട്ടാണ് കൊച്ചുള്ളത്. അവിടേക്ക് ഒരു ചിഹ്നം കാണിക്കുന്നുണ്ട്, ലവിൻ്റെ ഒരു ചിഹ്നം കാണിക്കും. അപ്പോൾ ഈ ചിഹ്നമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ഇത് കഴിഞ്ഞ ശേഷം ഈ മത്സരശേഷം തോറ്റതിന് ശേഷം അദ്ദേഹം വളരെ നിരാശനായി കരഞ്ഞ് മടങ്ങുന്ന ചിത്രം ഞാൻ പകർത്തിയിരുന്നു. അത് എനിക്ക് വല്ലാതെ വേദന തോന്നി. അതോടൊപ്പം ഒരു അസുലഭ ചിത്രം എന്ന് വേണമെങ്കിൽ അതിനും പറയാം. അതേപോലെ ഈ വേൾഡ് കപ്പിൽ പകർത്തിയ ഫൈനലിൽ പകർത്തിയ ഒട്ടനവധി ചിത്രങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും തട്ടി നിൽക്കുന്ന ചിത്രങ്ങൾ തന്നെയാണ്. പക്ഷെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഈ സെൽഫി ആയിരിക്കും. പക്ഷേ അതിനേക്കാൾ ഉപരി ഒരു ഫുട്ബോൾ സ്പോർട്സ് ഫോട്ടോഗ്രാഫർ എന്ന രീതിയിൽ ആ ചിത്രങ്ങളൊക്കെ എനിക്ക് ഇപ്പോഴും മികച്ചതായിട്ട് തന്നെയാണ് തോന്നുന്നത്. നമ്മുടെ ഇപ്പം സ്ക്രീനിൽ കാണിക്കുന്ന ചിത്രം കണ്ടോ, ലയണൽ മെസ്സി എന്താ പറയാ, ട്രോഫി ഏറ്റുവാങ്ങുന്ന ഏറ്റവും അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിമിഷമാണ് അദ്ദേഹം പകർത്തിയിട്ടുള്ളത്. അതെ, അതിന് നമ്മളെ PC സൈഫുദ്ദീൻ്റെ വാക്കുകൾ കൂടി നമുക്ക് ആ സമയത്ത് പറയണം. ഈ കപ്പ് വാങ്ങിച്ച് ലയണൽ മെസ്സി കടന്നു പോകുന്ന മനോഹര ദൃശ്യത്തിന് നമ്മൾ PC സൈഫുദ്ദീൻ്റെ എഴുത്തും ഇപ്പോൾ ബൈജു കൊടുവള്ളിയുടെ ചിത്രവും കൂടി ചേരുമ്പോൾ അതിനൊരു വല്ലാത്തൊരു ഭംഗിയുണ്ട്. നമുക്ക് നെയ്മറിന്റെ ചിത്രമുണ്ട്, റൊണാൾഡോ ആ മത്സരശേഷം വിഷമിച്ചു പോകുന്ന ചിത്രം അദ്ദേഹം പകർത്തിയിട്ടുണ്ട്. ഒരുപാട് ഐക്കോണിക് ആയിട്ടുള്ള ചിത്രങ്ങൾ പകർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത്. മുഴുവൻ രാജ്യങ്ങളുടെയും മത്സരങ്ങൾ കവർ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഭാഗ്യം. അതായത് ഇതിൽ ഈ സമയത്ത് തന്നെ ഇപ്പം നടക്കുന്ന ലോകകപ്പിൽ ഒരു രാജ്യത്ത് നിന്നും, അല്ല ഒരു ഗ്രൗണ്ടിൽ നിന്നും മറ്റൊരു ഗ്രൗണ്ടിലേക്ക് എത്താനുള്ള
5000 കിലോമീറ്ററോളം ദൂരമുണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ദിവസം തന്നെ ഈ 2 വേൾഡ് കപ്പ് മത്സരങ്ങൾ കവർ ചെയ്ത നിരവധി ദിവസങ്ങളുണ്ട് എന്നുള്ളതാണ്. അത്രയും അടുത്താണ്. പിന്നെ ഞാൻ അവിടുന്ന് പരിചയപ്പെട്ട ഒരു ഫോട്ടോഗ്രാഫർ എന്നോട് പറയുന്നത് അയാൾ ജപ്പാനിൽ 2002 തോന്നുന്നു ജപ്പാനിൽ വേൾഡ് കപ്പ് എടുക്കുന്നത്. അതടക്കം അവിടുന്ന് ഇങ്ങോട്ട് എല്ലാ വേൾഡ് കപ്പും എടുത്ത ആളാണ്. അയാൾ ഇതുവരെ 9 വേൾഡ് കപ്പ് മത്സരങ്ങൾ കവർ ചെയ്തിരുന്നു എന്നാണ് പറയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത് 30ഓളം മത്സരങ്ങൾ എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ ഖത്തറിലെ ആ ഒരു വേൾഡ് കപ്പിൻ്റെ സൗകര്യങ്ങളും മറ്റുമൊക്കെ എപ്പോഴും നമ്മൾ അംഗീകരിച്ചേ പറ്റൂ. എവിടെ നിന്ന് എഴുതി കണ്ടു, ചരിത്രത്തിലെ ജനകീയമായ ആദ്യത്തെയോ അവസാനത്തെയോ ലോകകപ്പായിരുന്നു ഖത്തർ വേൾഡ് കപ്പ്. ശരി, എന്തായാലും വളരെയധികം സന്തോഷം ബൈജു കൊടുവള്ളി. വല്ലാത്ത നിമിഷമാണ്, പറയുമ്പോഴും രോമാഞ്ചം. തീർച്ചയായും നമുക്കൊന്നും ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്നു. ഇനി നടക്കില്ല, ഇനി ആ ഒരു മൊമെന്റ് നടക്കില്ല. പക്ഷേ മെസ്സി ഒരിക്കൽ കൂടി അങ്ങനെ കപ്പുയർത്തി നിൽക്കുമെന്നുള്ളതാണ്.